ചന്ദ്രകാന്തം വളരെ നിർണായകമായ മുഹൂർത്തങ്ങളിലൂടെയായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിങ്കിയും അർജുനും എന്നേക്കുമായി ഒന്നിക്കുന്നു എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ്. നമ്മുടെ പിങ്കിയുടെ അച്ഛന്റെ ഒരു ആക്സിഡന്റ് നമ്മൾ എല്ലാവരും കണ്ടു കാണാം. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഒരു മെയിൽ നഴ്സിന് മാത്രമേ പിങ്കിയുടെ അച്ഛനെ ശുശ്രൂഷിക്കാൻ പറ്റുകയുള്ളൂ, വീട്ടിൽ പിങ്കിക്ക് ഒറ്റയ്ക്ക് ഒന്നിനും സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അർജുൻ പറയുകയാണ് ഞാൻ നിന്നോളാം, സാറിന്റെ ഒപ്പം ഞാൻ സാറിന് സുഖമാവുന്നത് വരെ ഞാൻ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഇത് മാസങ്ങളോളം പിടിക്കും, അത്രയും നാളത്ത് എനിക്ക് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അങ്കിളിന്റെ സുഖമാവുന്നത് വരെ ഞാൻ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നതിന് ശേഷം നമ്മുടെ പിങ്കിയുടെ അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് ഇവരെ രണ്ടുപേരും കൊണ്ടുപോകുന്ന രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ അർജുൻ ഇങ്ങനെ പിങ്കിയുടെ അച്ഛൻ ഇങ്ങനെ താങ്ങി പിടിച്ച് നടത്തുകയും വണ്ടിയിലൊക്കെ കയറ്റുകയും ചെയ്യുമ്പോൾ നമ്മുടെ പിങ്കിയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, പപ്പ പറയുന്നുണ്ട് മോനെ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അതൊക്കെ പിന്നെ സംസാരിക്കാം പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കാറിൽ കയറി വീട്ടിലേക്ക് പോകുന്നൊരു രംഗമാട്ടോ. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, നമ്മുടെ പപ്പ ഇങ്ങനെ കാലൊക്കെ നിവർത്തി ബാക്കിലിരിക്കുക. അപ്പൊ നമ്മുടെ പിങ്കിക്ക് ബാക്കിലിരിക്കാൻ പോകുമ്പോൾ പിങ്കിക്ക് സ്ഥലമില്ല. ശേഷം നമ്മുടെ പിങ്കി അർജുനൊപ്പം ഫ്രണ്ടിലിരുന്ന് പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നതുമായിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവർ വീട്ടിലെത്തിക്കഴിഞ്ഞ് നമ്മുടെ പിങ്കിയോട് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് പിങ്കി പോയി റെസ്റ്റ് എടുത്തോളൂ, പിങ്കി ഒരുപോലെ കണ്ണടച്ചിട്ടില്ലല്ലോ എന്ന് പിങ്കിയോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പിങ്കി അർജുൻ്റെ അടുത്ത് തിരികെ പറയുന്നുണ്ട് എന്നേലും കഷ്ടപ്പെട്ടത് അർജുനല്ലേ, അർജുൻ പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ കുറച്ചു നേരം പപ്പയുടെ അടുത്തിരുന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഞാനൊരു സോൾജിയറാണ്, എനിക്ക് ഇതൊക്കെ ശീലമുള്ളതാണ്, പിങ്കിക്ക് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ, പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ പപ്പയുടെ ഒപ്പം പപ്പ സുഖമാകുന്നത് വരെ ഞാൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ പിങ്കിക്ക്. അപ്പൊ പിങ്കി എന്നാൽ ശരി ഞാനൊരു കാപ്പി എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി പോകുന്നതും ശേഷം നമ്മുടെ പപ്പയെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നതും പപ്പയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കുന്നതുമായിട്ടുള്ള വളരെ കിടിലൻ മുഹൂർത്തങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ പിങ്കി അർജുൻ്റെ ആ സംസാരവും ആ ഒരു ചിരിയും ഒക്കെ കാണാൻ വളരെ രസമായിട്ട് നമ്മൾ പ്രേക്ഷകർ ഇത്ര ദിവസം കാത്തിരുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു. നമ്മുടെ പിങ്കിയും അർജുനും എങ്ങനെയെങ്കിലും ഒന്നിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു നമ്മൾക്ക് ഇത്രയും ദിവസം അല്ലേ. അപ്പൊ എന്തായാലും അത് ഇതിലൂടെ തന്നെ നടക്കും എന്നുള്ളൊരു കാര്യം തന്നെ ഉറപ്പാണ്. നമ്മുടെ വീക്ക്ലി പ്രൊമോയിൽ നമ്മൾ കണ്ടു കാണും നമ്മുടെ പിങ്കിയുടെ അച്ഛൻ ലാസ്റ്റ് ഭേദപ്പെട്ടൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പിങ്കിയുടെ അച്ഛൻ തന്നെ ആ ഒരു പൊട്ടിച്ചെറിഞ്ഞ താലിയെടുത്ത് നമ്മുടെ അർജുൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മോളുടെ കഴുത്തിൽ നീ താലി കെട്ടണം, എനിക്ക് വേണ്ടി താലി കെട്ടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കേണതാണ് നമ്മുടെ അർജുൻ്റെ അടുത്ത് പറയുന്ന രംഗമൊക്കെ ഉണ്ട്. അർജുനാണെങ്കിൽ നമ്മുടെ പിങ്കി അങ്ങനെ കൈവിട്ട് കളയാൻ പറ്റുമോ? അർജുൻ്റെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന ആകെ ഒരു പെണ്ണ് നമ്മുടെ പിങ്കി മാത്രമാണ്. അപ്പൊ നമ്മുടെ അർജുൻ സന്തോഷം, പിങ്കിക്കും സന്തോഷം. പിങ്കി ആണെങ്കിലും അർജുനോടുള്ള ഒരു പ്രണയം ഇങ്ങനെ പറയാൻ ഇങ്ങനെ വീർപ്പുമുട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ആ ഒരു താലി വീണ്ടും കെട്ടുന്ന ഒരു ചടങ്ങും ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണയ ജീവിതമൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് കേട്ടോ. എന്തായാലും മറക്കാതെ കാണാം. അപ്പുറത്താണെങ്കിൽ നമ്മുടെ നയനയെ അവിടെ ഇന്ത്യവരത്തിൽ നിന്നും പടിക്ക് പുറത്താകാനുള്ള സകല വഴിയും നമ്മുടെ നന്ദയെ നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ നയനയുടെ പടിയിറക്കവും നമ്മുടെ പിങ്കിയുടെ ഇന്ത്യവരത്തിലേക്കുള്ള ആ ഒരു കടന്നു വരവും തന്നെയായിരിക്കും നമുക്ക് ഇന്നത്തെ ചന്ദ്രകാന്തത്തിൽ കാണുവാൻ സാധിക്കുന്നതായിട്ട്. എന്തായാലും മറക്കാതെ കാണാം. പിങ്കി അർജുൻ അവരുടെ ആ ഒരു കോംബോ നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിച്ച ഒരു സംഭവം തന്നെയാണല്ലേ. അപ്പൊ എന്തായാലും അവരുടെ ആ ഒരു ഒന്നിച്ചേരലും ആ ഒരു പ്രണയത്തിനായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.